ഏറ്റവും പുതിയ ക്ഷേമ പെൻഷൻ വാർത്തകൾ അറിയുന്നതിനായി ന്യൂസ് സ്കാൻ മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. കേരളത്തിൽ 50 ലക്ഷത്തിലധികം പേർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന മാസം 1600 രൂപ വീതമുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ 4 മാസം കുടിശ്ശിക ആയിരിക്കുകയാണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ എന്നിങ്ങനെ 4 മാസത്തെ ക്ഷേമ പെൻഷനായി 6400 രൂപ വീതം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുവാനുണ്ട്. അടിമാലി സ്വദേശിനി മറിയക്കുട്ടി പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാത്തതിന് സംസ്ഥാന സർക്കാരിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നൽകിയത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കടമെടുക്കുന്നതിന് കേന്ദ്ര സർക്കാർ വരുത്തിയ നിയന്ത്രണങ്ങളാണ് പെൻഷൻ കുടിശ്ശിക ആകുന്നതിന് കാരണമെന്നാണ് സംസ്ഥാന സർക്കാർ ആരോപിക്കുന്നത്. ഒടുവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ജനുവരിയിൽ തന്നെ നൽകുന്നതിനായി കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ്. പെൻഷൻ നൽകുന്നതിന് അടിയന്തരമായി കടമെടുക്കുവാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടു. ഇതിനായി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് കേരളം സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൻ്റെ സ്യൂട്ട് ഹർജി പരിഗണിച്ച സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് സമൻസ് അയച്ചു. ജനുവരി 25-ന് ഇടക്കാല ഉത്തരവ് സംബന്ധിച്ച കേരളത്തിന്റെ ആവശ്യം പരിഗണിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് നൽകിയ സ്യൂട്ട് ഹർജി പരിഗണിക്കവെയാണ് പെൻഷൻ നൽകുന്നതിന് കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം ആവശ്യപ്പെട്ടത്. സംസ്ഥാന സർക്കാരിനു വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ കപിൽ സിബൽ, സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശി എന്നിവരാണ് ഈ ആവശ്യം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചുകൊണ്ട് കേന്ദ്രം പുറത്തിറക്കിയ 2 ഉത്തരവുകൾക്കെതിരെ നൽകിയ സ്യൂട്ട് ഹർജി ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയമാണെന്ന് കപിൽ സിബൽ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, KV വിശ്വനാഥൻ എന്നിവരടങ്ങിയ ബെഞ്ച് ഇതിനോട് വാക്കാൽ യോജിച്ചു. എന്നാൽ അടിയന്തരമായി കടമെടുക്കാൻ അനുമതി നൽകിക്കൊണ്ട് ഇടക്കാല ഉത്തരവ് ഇറക്കണമെന്ന് സിബൽ ആവശ്യപ്പെട്ടു. തുടർന്നാണ് അറ്റോർണി ജനറലിന്റെ ഓഫീസ് മുഖേന കേന്ദ്രത്തിന് സമൻസ് കൈമാറാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചത്. സ്യൂട്ട് ഹർജി ആയതിനാലാണ് കോടതി സമൻസ് അയച്ചത്. കേന്ദ്ര തീരുമാനം അടുത്ത 5 വർഷത്തിനുള്ളിൽ സംസ്ഥാന സമ്പദ് വ്യവസ്ഥയിൽ വൻ ആഘാതം സൃഷ്ടിക്കുമെന്നും സ്യൂട്ട് ഹർജിയിൽ കേരളം വിശദീകരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി ഒഴിവാക്കാൻ സംസ്ഥാനത്തിന് 26,000 കോടി രൂപ അടിയന്തരമായി ആവശ്യമാണെന്നും ഹർജിയിൽ കേരളം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രക്രിയയിലും സാമ്പത്തിക സ്വയംഭരണത്തിലും കേന്ദ്രം കൈകടത്തുന്നുവെന്നാണ് ഹർജിയിലെ പ്രധാന ആക്ഷേപം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ പുതിയ അറിയിപ്പുകളും ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്.